നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ജയബാലന് ശാരദയെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ശാരദയോട് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാവേരിയുടെ. കാവേരിക്ക് എന്നെ വിശ്വാസമില്ല, ഞാൻ എന്തൊക്കെയോ ഇവിടുന്ന് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ട് കാവേരി വന്നിട്ട് എന്നോട് ചൂടായി. ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് വരെ ഈ കുടുംബത്തെ സംരക്ഷിച്ചിട്ടുള്ളൂ. അരവിന്ദൻ പോയെങ്കിലും അരവിന്ദന്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള എന്റെ ഉത്തരവാദിത്വം കൂടെയാണ്. അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും കാവേരിയൊന്നും എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഇത്രയും കാലം അരവിന്ദൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഞാനല്ലേ. എന്നിട്ട് എന്നോടൊരു ബഹുമാനം തരാതെ കാവേരി വന്ന് ചീത്ത പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പണമൊക്കെ അടിച്ചു മാറ്റിയെന്നൊക്കെ. അത് കേട്ടപ്പോ ശാരദയ്ക്ക് സഹിച്ചില്ല. ശാരദ പറഞ്ഞു, അതെ ജയബാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, അവള് വരട്ടെ, അവളോട് ഞാൻ ചോദിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ വന്നതിന്റെ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഗംഗയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയാനാ. കല്യാണോ? അതെ, അവളെ ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അരവിന്ദൻ മരിച്ചു പോയെന്ന് കരുതിയിട്ട് അവൾക്കൊരു ജീവിതം വേണ്ടേ? കാരണം അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിക്ക് അവളുടെ കല്യാണം നടത്തിയേനം. പക്ഷെ ഇനിയിപ്പോ അവൾക്ക് പ്രായം കൂടി വരുമല്ലേ. അപ്പൊ ഒരു ചെക്കനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടും കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെക്കനെ കൂട്ടിക്കൊണ്ട് വരാൻ പെണ്ണ് വീട് കാണാനെന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, അല്ല അത് പിന്നെ അതിനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പൊ ഞങ്ങള് ഒരു കല്യാണം നടത്താനുള്ള. അറിയാലോ ജയബാലേട്ടന് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അത് സാരമില്ല ശാരദേ, അവര് വന്ന് കാണട്ടെ. നല്ല ചെറുപ്പക്കാരനാ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കുടുംബത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ചെറുപ്പക്കാരനെ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം, ഗംഗയ്ക്ക് ചേരുന്ന ബന്ധമാന്ന് പറഞ്ഞു. ഒടുവില് ശാരദ പറഞ്ഞു, ഞാൻ അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പൊ രാധമ്മ അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത്. അങ്ങനെ ജയബാലൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും രാധമ്മ ശാരദയോട് പറഞ്ഞു, ശാരദ നീ ചെയ്യുന്നത് ശരിയാണോ? വിനീത് ഉണ്ടല്ലോ, അവൻ നല്ലവനല്ലേ, ഒരു കാര്യം ചെയ്യുക, വിനീതിന് ഗംഗയെ കെട്ടിച്ചു കൊടുക്കുക, അതല്ലേ നല്ലതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രാധമ്മയോട് ശാരദ പറഞ്ഞേ, അതൊന്നും ശരിയാകത്തില്ലമ്മേ, അത് ശരിയായിട്ടുള്ള ബന്ധമല്ലെന്ന് പറഞ്ഞു. നീ ഇനിയും വാശി പിടിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അല്ല അത് പിന്നെ ഞാന് ജയബാലോട്ടൊരു ആലോചന കൊണ്ടുവന്ന് കഴിയുമ്പോ ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവില് എല്ലാരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് ശാരദ ഈ കാര്യം എടുത്തിടുവാണ്. കല്യാണക്കാര്യത്തെ കുറിച്ച് ജയബാലൻ വന്ന് പറഞ്ഞിട്ട് പോയത്. കാവേരി പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, ജയബാലൻ ഞങ്ങൾ കൊണ്ടുവരുന്ന ആലോചന അത്ര നല്ലതാണെന്നും എനിക്ക് തോന്നില്ല. അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ ഗംഗേച്ചിക്ക് കല്യാണം വേണ്ടോ? ഗംഗേച്ചിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലോ. എടി, നല്ലൊരു ആലോചന ജയബാലേട്ടൻ കൊണ്ടുവന്ന് കഴിയുമ്പോ അതിന് നമ്മൾ സമ്മതിക്കുമല്ലേ വേണ്ടേ? അതിന് നീ മുടക്കം പറയേണ്ട കാര്യമുണ്ടോ? ഓ എന്തോ എനിക്കതങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഇഷ്ടം നോക്കിയല്ല കാര്യങ്ങളൊക്കെ നടത്തുന്നേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, എനിക്കറിയാന്ന് പറഞ്ഞു. ഈ സമയം രാധം പറഞ്ഞു, എന്നാ പിന്നെ ഗംഗയുടെ വിനീതിനെ കല്യാണം നടത്തിയ പോരെ. ആ സമയം അത് കേട്ടപ്പോ യമുന പറഞ്ഞു, സുജാത ആന്റിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഗംഗേശനെ വെറുതെ വിടുവോ? സുജാത ആന്റിയുടെ സ്വഭാവം അറിയാലോ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം അല്ലെന്ന് പറഞ്ഞു. ഗംഗേച്ചിനെ അവിടെ ഇട്ട് പൊരിച്ചെടുക്കൂന്നൊക്കെ പറയാണ്. ഗംഗയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു വിഷമായിരുന്നു. കാരണം ഇപ്പൊ ഗംഗ വിനീതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നീട് അങ്ങനെ ഒടുവില് ജയബാലൻ വിളിച്ചിട്ട് പെണ്ണ് കാണാനായിട്ട് ചെറുക്കം കൂട്ടനും വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് ഗംഗേനെയൊക്കെ ഒരുക്കി. ഗംഗയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിള അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ചേച്ചിയോട് ഈ മാല ഇടാനായിട്ട് അമ്മ പറഞ്ഞു. ഗംഗ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഈ മാലയൊന്നും വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. അതെന്താ ചേച്ചി അങ്ങനെ? ഇതൊക്കെ മതിയെന്ന് പറയാണ്. ഗംഗയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞ, പക്ഷേങ്കില് അതൊന്നും കേൾക്കാനായിട്ട് ശാരദ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ജയബാലന് ചെറുക്കം കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് കാവേരി അങ്ങോട്ട് വന്ന് നോക്കി. കാവേരി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ കൂട്ടത്തില് ചെറുക്കനെ മാത്രം കാണുന്നില്ല. ഇനിയിപ്പൊ ചെക്കൻ വന്നില്ലേ എന്നൊക്കെ ചിന്തയായിരുന്നു. ഒടുവിൽ ഗംഗയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഗംഗേച്ചി ചെറുക്കൻ വന്നിട്ടില്ലെന്നാ തോന്നിയെന്ന് പറഞ്ഞു. വന്നിട്ടില്ലേ? അതെ വന്നിട്ടില്ലെന്നാ തോന്നേ. ആ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ചെക്കന്റെ അമ്മയാന്ന് തോന്നുന്നൊരു സ്ത്രീ വന്നിട്ടുണ്ട്, പിന്നെ 3-4 പേരും കൂടെ ഉണ്ട്. അതിന് ചെറുക്കനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കാരണം ഗംഗയ്ക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല, 10-22 വയസ്സുള്ളൂ. പക്ഷെ ചെറുക്കന് 10-30 വയസ്സ് മുകളിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും ഈ ചെറുക്കന് ഈ കൂട്ടത്തിൽ ഇല്ലാന്ന് തന്നെയാണ് അവര് വിചാരിച്ചോണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ കാവേരി വന്നിട്ട് ശാരദയോട് ചോദിച്ചു, അമ്മേ ചെറുക്കൻ വന്നിട്ടില്ലേ, അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശാരദ അവരെയൊക്കെ നോക്കുവാണ്. അതിനുശേഷം ചോദിച്ചു, അല്ല ചെറുക്കനെ കണ്ടില്ലല്ലോ, ചെറുക്കൻ വന്നിട്ടില്ലേന്ന് ചോദിച്ചു. ഈ സമയത്താണ്
ചായയൊക്കെ ആയിട്ട് ഗംഗ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, ചെറുക്കൻ വന്നല്ലോ, ഈ ഇരിക്കുന്നതല്ല ചെറുക്കന്, ഇവന് സിനൂപ് എന്ന് പറഞ്ഞു. തലയിൽ മുടി എന്ന് പറയുന്ന സംഭവമില്ല, ഫുൾ കഷണ്ടിയാണ്, നല്ല വണ്ണമുണ്ട്, നല്ല പ്രായം പറയുകയും ചെയ്യും. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം യമുനയും കാവേരിയൊക്കെ ഞെട്ടിപ്പോയി. ഇതോ? ശാരദ വരെ ഞെട്ടിപ്പോയി. അല്ല ജയപാലേട്ട, ഇതാണ് ചെറുക്കൻ സിനൂപ്, ഞാൻ പറഞ്ഞില്ലേ നല്ല ചെറുക്കനാണ്. അപ്പോഴേക്കും ചെക്കന്റെ അമ്മ പറഞ്ഞു, അതെ ഇവര് തലയെ കുറച്ച് മുടിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇവന് ടൈഫോയിഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയതാ. പക്ഷെ എന്റെ മോനായതുകൊണ്ട് പറയല്ലോ കേട്ടോ, നല്ല സ്വഭാവമാ, ഇഷ്ടംപോലെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പെൺകുട്ടിയെ മാത്രം നോക്കുന്നുള്ളൂ, സ്വത്തുക്കളൊന്നും മോഹിച്ച് വന്നവരല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് യമുനയ്ക്കും കാവേരിക്കും ഒക്കെ സങ്കടവും ദേഷ്യമായി. അവര് ഗംഗയെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. കാവേരി പറഞ്ഞു, അമ്മ ഇത് എന്തു ഭാവിച്ചാ? ആ ചെക്കനെ കണ്ടാലും മതി, അമ്മയുടെ മുഖത്ത് കണ്ണില്ലേ, എത്ര പ്രായം പറയും. എന്നിട്ട് ഗംഗേച്ചി ഇതിനൊക്കെ നിന്ന് കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. ഗംഗയൊന്നും മിണ്ടാ നിൽക്കുകയാണ്. ഇത് ഗംഗേച്ചി, ഈ ആലോചന നമുക്ക് വേണ്ട, ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഗംഗയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഒടുവില് ജയപാലനൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് ചെക്കന്റെ അമ്മ പറഞ്ഞു, അതെ ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഇനി ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചോണ്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡുകളുണ്ടെങ്കിൽ പറയാന്നൊക്കെ പറഞ്ഞു. ശാരദ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് ജയപാലനോട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലന് പോവാനായിട്ട് ഇറങ്ങി. പിന്നീട് ശാരദയെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ലൊരു ആലോചനയാ, ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗംഗമോൾക്ക് നല്ലൊരു ബന്ധം തന്നെയായിരിക്കും കിട്ടാൻ പോണെന്നൊക്കെ പറഞ്ഞു. അവരങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് വിനീത് അങ്ങോട്ടേക്ക് വരുന്നത്. വിനീത് വന്ന് നിളയോട് ചോദിച്ചു, അല്ല മോളെ ഇതാരാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചു. അത് ജയപാലനങ്ങള് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഗംഗേച്ചിയെ പെണ്ണ് കാണാൻ വന്നാന്ന് പറഞ്ഞു. പെണ്ണ് കാണാനോ? അതെ, അവര് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ജയപാലനങ്ങൾ കൊണ്ടുവന്ന ആലോചന, പക്ഷെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അയാളെ. ആ ചെക്കനെ കാണാനായിട്ട് ഒരു ഭംഗിയുടെ മാത്രമല്ല, എന്തോ ഒത്തിരി പ്രായമൊക്കെ ഉണ്ട്. ഗംഗേച്ചിക്ക് ഒട്ടും മാച്ചല്ലാന്ന് പറഞ്ഞു. വിനീത് എണ്ണായിരുന്നെങ്കിൽ നല്ല മാച്ചായിരുന്നു പറഞ്ഞു. വിനീതിന് ഭയങ്കര വിഷമായി. വിനീത് പിന്നെ അകത്തേക്ക് പോലും കയറിയില്ല. വിനീത് വിഷമിച്ച് വിനീത് തിരികെ പോവാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇത്രയും ദിവസം പ്രതീക്ഷയോടെ കാത്തിരുന്നാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോകുന്ന പോലെ വിനീതിനെ തോന്നി. ജയപാലനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കാവേരി യമുനയൊക്കെ ശാരദയുടെ അടുത്തേക്ക് വന്നു. കാവേരി പറഞ്ഞു, അമ്മ ഇത് എന്ത് കണ്ടിട്ടാമേ? അയാള് ആ സിനു എന്ന് പറയുന്ന ആളെ അത് ഗംഗേച്ചിയുമായിട്ട് എന്തേലും മാച്ചുണ്ടോന്ന് ചോദിച്ചു. അമ്മ എന്താ അതുപോലെ ഒരാൾക്കാണോ എന്റെ ഗംഗേച്ചിയെ പിടിച്ചു കൊടുക്കാൻ പോകുന്നേ? അമ്മ ഒരു കാര്യം ഞാൻ പറയാം, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയും ചെയ്യില്ലായിരുന്നു പറഞ്ഞു. ഗംഗേച്ചിക്ക് വേണ്ടി നല്ലൊരു ആലോചന കൊണ്ടുതരണം. അതിന് നിന്റെ അച്ഛനിപ്പോ ഇല്ലല്ലോ, ഞാൻ പിന്നെ എന്ത് ചെയ്യാനോന്ന് ചോദിച്ചു. അമ്മേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആരും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ആർക്കും ഒരിക്കലും സമ്മതമല്ല എന്ന് പറഞ്ഞു. ഗംഗേച്ചിനെ അതുപോലെ ഒരാൾക്ക് കൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് ഗംഗേച്ചി ഇവിടെ മൂത്ത് നരച്ച് നിൽക്കുമൊന്നും അല്ലല്ലോ. ഗംഗേച്ചിനെ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഗംഗേച്ചി കല്യാണം നടത്തിയിരുന്നോർത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. ഈ സമയം വിനീത് നിവിനെ കാണുന്നുണ്ട്. അങ്ങനെ നിവിനോട് തന്റെ സങ്കടങ്ങളൊക്കെ പറയണം. നിവിൻ പറഞ്ഞു, സാരമില്ല വിനീതെ, പോട്ടെ, എന്തേലും നമുക്കൊരു വഴി ഉണ്ടാക്കാം, സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. വിനീത് പറഞ്ഞു, എന്ത് സമാധാനം, എന്റെ എല്ലാ പ്രതീക്ഷകളും പോയട നിവിനെ. കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശാരദയെ ജയപാലൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ചെറുക്കം വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് കല്യാണക്കാര്യം തീരുമാനിക്കണം എന്ന് അവര് പറയണേ, അവർക്ക് ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, അത് പിന്നെ ഇവിടെ യമുനെ അവരാരും സമ്മതിച്ചിട്ടില്ല എതിരായിട്ടും. ചെക്കന് കുറച്ച് പ്രായക്കൂടലുണ്ടെന്ന് തോന്നേ. അതാണോ കാര്യം? ഇന്നത്തെ കാലത്ത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. പെണ്ണിന്റെ ചെക്കന്റെ സ്വഭാവം നോക്കിയാൽ മതി പെണ്ണ് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഇന്നോട് ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെയാണ് ശാരദ പറയണേ. ശാരദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഗംഗ അങ്ങോട്ട് വന്നു. ഗംഗയോട് ശാരദ ചോദിക്കുവാണ്. അപ്പൊ ഗംഗ പറഞ്ഞു, എനിക്കറിയില്ലമ്മ എന്ത് ചെയ്യണമെന്ന്. അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അനുസരിച്ചോളാം. ഇനിയിപ്പൊ ഞാനൊന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തേലും നോക്കിയിട്ട് എന്താവാനായിട്ടാ. ഗംഗയ്ക്കാണെങ്കിലോ തന്റെ അമ്മയെ വേദനിപ്പിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അമ്മയുടെ ആഗ്രഹം ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ എന്നൊക്കെയാണ് പറയണേ. ഇതേ സമയത്ത് ജയപാലൻ രാജേശ്വരിയെ കാണാൻ ചെന്നു. രാജേശ്വരിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആ കാവേരി ഇപ്പോഴും ഇവിടെ ജോലിക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അവളപ്പോ പുതിയ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹോം സ്റ്റേയോ? അതെ. അപ്പൊ അറിഞ്ഞിട്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ നിവിനോട് പറഞ്ഞായിരുന്നല്ലോ, അവൻ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അവള് പുതിയ ഹോം സ്റ്റേ തുടങ്ങി, ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ അവള് കടത്തിക്കൊണ്ട് പോകും. അവസാനം ദേ നിന്റെ ഹോം സ്റ്റേ പൂട്ടേണ്ട വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാജേശ്വരിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുവാണ്. രാജേശ്വരിക്ക് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് രാജേശ്വരി ഹോം സ്റ്റേയിലേക്ക് വരുവാണ്. അപ്പം റിസപ്ഷനിലേക്ക് വരുന്ന സമയത്ത് കാവേരി ഒരു ഗസ്റ്റിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് അവർക്കാണെങ്കിലോ 24 hours ഉള്ള റൂം വേണം. കാരണം ഒരു മുറി എടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എടുത്ത രാവിലെ 11 മണിയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കത് പോരാ, റേറ്റ് നല്ല കൂടുതലാണ് താനും. പിന്നീട് അവർ ചോദിച്ചു ഇവിടെ അടുത്തെവിടെയും 24 മണിക്കൂറും കിട്ടുന്ന മുറി ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. കാവേരി പറഞ്ഞ ഉണ്ട്, അതെ ഒരു ഹോം സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ എന്റെ അഡ്രസ്സ് പറഞ്ഞ തരാമെന്ന് ചോദിച്ചു. അങ്ങനെ കാവേരി എന്ത് ചെയ്തു, തന്റെ ഹോം സ്റ്റേയുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു അതെ എന്റെ ഹോം സ്റ്റേ ആന്ന് പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ, അപ്പം മാഡം സ്വന്തമായിട്ട് ഹോം സ്റ്റേ വെച്ചിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു വീട്ടിലേക്ക്. ആ സമയത്ത് കട്ട കലിപ്പോടെ രാജേഷിനെ അങ്ങോട്ട് വരുന്നേ. രാജേഷിന് വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ ഇതായിരുന്നു നിന്റെ പരിപാടിയില്ലേ, ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ മണിയടിച്ച് നിന്റെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇത് ഞാൻ സമ്മതിക്കില്ലടി, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, നിനക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. കാവേരി വിട്ടുകൊടുക്കാനും ഭാവിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവേരി വെല്ലുവിളിച്ചു, ഇതിനേക്കാളും വലിയ ഹോം സ്റ്റേ ഞാൻ തുടങ്ങും, നിങ്ങൾ കണ്ടോ. കാവേരി ആരെന്ന് അറിയാൻ പോകുന്നുള്ളെന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് കാവേരി പോകുന്നത്. ഇനി ഇവൻ നിൽക്കാൻ പറഞ്ഞെങ്കിലും കാവേരി നിന്നൊന്നുമില്ല. നീയും വന്ന് രാജേശ്വരി ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാമേ പറഞ്ഞു വിട്ടത് കാവേരി, അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. പക്ഷെ രാജേശ്വരിക്ക് ദേഷ്യമായിരുന്നു. രാജേശ്വരി കുറെ ദേഷ്യപ്പെട്ടു. രാജേശ്വരി പിന്നീട് ഒരു കാര്യം തീരുമാനിച്ചു, ഒരു പണി കൊടുക്കണം അവളുടെ ഹോം സ്റ്റേക്കിട്ട്. അങ്ങനെ ഒടുവില് കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തുന്നുണ്ട് രാജേശ്വരി. പിന്നീട് അവന്മാരോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയി റൂം എടുക്കണമെന്ന് പറഞ്ഞു. അവന്മാർ അപ്പൊ തന്നെ മദ്യലഹരിയിലായിരുന്നു. അങ്ങനെ അഡ്രസ്സൊക്കെ കൊടുത്തു വിടുവാണ്. അവന്മാർ അവിടെ പോയി റൂമൊക്കെ ചോദിക്കുന്ന സമയത്ത് ശാരദ പറഞ്ഞു, ഗംഗയോട് പറഞ്ഞു ഇവർക്ക് റൂം കൊടുക്കേണ്ട കാര്യമുണ്ടോ, ഇവരിപ്പൊ തന്നെ അടിച്ച് ഫിറ്റാ, ഇതുപോലെയുള്ള ചെറുപ്പക്കാർക്ക് റൂം കൊടുക്കേണ്ട കാര്യമില്ല, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. കാവേരി പറഞ്ഞു അതുകൊണ്ട് എന്താ, നമ്മൾ ഹോം സ്റ്റേ നടത്തുവാണെങ്കിൽ നമുക്ക് റൂം കൊടുത്തല്ലേ മതിയാവുള്ളൂ, അല്ലാതെ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രം റൂം കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. റൂം കിട്ടിക്കഴിഞ്ഞപ്പത്തിനും അമ്മമാരെന്ത് ചെയ്തു, രാത്രി ഭയങ്കര കുടിച്ചു കൂത്താടി ഒച്ചപ്പാടും ബഹളമായിരുന്നു. അതും പോരാഞ്ഞിട്ട് കാവേരിയൊക്കെ കിടക്കുന്ന മുറിയുടെ കഥയും വന്ന് മുട്ടുവാണ്. കാവേരിയൊക്കെ ചെന്ന് തുറന്നു കഴിഞ്ഞപ്പത്തിനും വെള്ളം വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. വല്ലാത്ത നോട്ടവും മട്ടും ഭാവവും ഒക്കെ. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിയും വഴക്കുമായി. കാവേരിക്ക് ദേഷ്യമായി. അമ്മമാരോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അമ്മമാര് പോകാൻ കൂട്ടാക്കില്ല. നിളയെ അപ്പത്തേനും വിനീതിനെ വിളിച്ചു. വിനീതിനെ വിളിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. വിനീത് നിവിനെ വിളിച്ചു. അങ്ങനെ വിനീത് നിവിനെ എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്മാര് നല്ല മദ്യലഹരിയിലായിരുന്നു. ഒടുവിൽ അവന്മാരെ ഇടിച്ച് ഇഞ്ച പരുവാക്കുവാണ്. പിന്നീട് നിവിൻ പറഞ്ഞു നിന്നെ ഒന്ന് ഇവിടെ കണ്ടുപോയേക്കല്ലോ, പോയിക്കോണെന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു കുറച്ച് പൈസ അഡ്വാൻസ് തന്നിട്ടുള്ളൂ, ബാക്കി പൈസ തന്നിട്ടില്ലെന്ന് പറഞ്ഞു. ബാക്കി പൈസ കൂടെ കൊടുത്തിട്ട് പോടാം, നീയൊക്കെ ഫുഡ് കഴിച്ചല്ലേ, കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവന്മാരെ കൊണ്ട് പൈസയും കുടിവിച്ചിട്ടാണ് അവന്മാരെ തിരിച്ചു പിടിക്കുന്നത്. ശാരദ കുറ്റപ്പെടുത്തുന്നുണ്ട് കാവേരിയെ, ഇതൊക്കെ കൊണ്ടാ നിന്നോടൊക്കെ പറഞ്ഞത് ഇവിടെ ഹോം സ്റ്റേ കൊടുക്കണം എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ, നാട്ടുകാരെ കൊണ്ട് പറയിക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് കാവേരി കുറ്റപ്പെടുത്തുവാണ്. പക്ഷെ അങ്ങനെ കാവേരി വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവേരിക്ക് മനസ്സിലായി ഇത് പണി കിട്ടിയതാന്നുള്ള കാര്യം. തിരിച്ചു പണി കൊടുക്കാൻ കാവേരി തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.